വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ 0 to Hero ഡേ 8. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇഫ് എൽസ് എലിഫിൻ്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഞാൻ പറഞ്ഞു കുറച്ച് ലൂപ്പിംഗ് കൺസെപ്റ്റ്സ് പഠിക്കാമെന്ന്. അതായത് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ലൂപ്പിനകത്തിടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സംഭവം എടുക്കുക. അതായത് ഇപ്പോൾ കൺസിഡർ ഒരു മെട്രിക്സ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും കാണും. അതായത് ഒരു ടേബിൾ. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് കാണിച്ചു തരാം. അതായത് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു മെട്രിക്സ്. അതായത് ഇത് ഒരു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് എന്ന് പറയാം. അതായത് ഒരു ടാബുലാർ ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് അതേപോലെ വേറൊരു മെട്രിക്സ് ഇപ്പോൾ നേരെ തിരിച്ച് 9 8 7 6 5 4 3 2 1. ഓക്കെ, ഇതിപ്പോൾ രണ്ട് മെട്രിക്സ്. അപ്പോൾ ഇതിനെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത് എന്താ, അതായത് എനിക്ക് രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഡർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം ഞാൻ 1ൻ്റെ കൂടെ 9 ആഡ് ചെയ്തിട്ട് അടുത്ത മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് പൊസിഷനിലിട്ടാൽ അതാണ് അതിൻ്റെ സമ്മ്. അതായത് ഇവിടെ 10, ഇവിടെ 8 2 10 7 3 10. ലൈക്ക് ഈ കേസിൽ ഫുള്ള് 10 വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഈ രണ്ട് മെട്രിക്സിൻ്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ എനിക്ക് ചെയ്യേണ്ടത് എന്താ, റെപ്പറ്റേറ്റീവായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടത്. അതായത് ഇതും കൂടി ആഡ് ചെയ്യണം, എന്നിട്ട് ഇവിടെ ഇടണം. ഇതും കൂടി ആഡ് ചെയ്യണം, എന്നിട്ട് ഇവിടെ ഇടണം. അതായത് റെപ്പറ്റേറ്റീവായിട്ട് എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതൊരു റെപ്പറ്റേറ്റീവ് ടാസ്ക്കാണ്. എനിക്കൊരു ഇപ്പോൾ 9 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 9 പ്രാവശ്യം ഇത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം എഴുതിയിട്ട് അത് 9 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ഒന്നൊരു എക്സാമ്പിൾ എടുത്താൽ സിമ്പിൾ എക്സാമ്പിൾ കാണും. ഓക്കെ, ഫൈൻ, വോട്ടവർ, നമുക്ക് സംഭവം എത്തിയല്ലോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ലൂപ്പിൻ്റെ സിൻടാക്സും എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. അതായത് ഇപ്പോൾ സേവ് ചെയ്തോട്ടെ, loops.py. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമുക്ക് പൈത്തണിൽ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് ലൂപ്പാണുള്ളത്. അതായത് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഇതിൽ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എത്ര ഐട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണേ. വൈൽ ലൂപ്പ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെന്ന് അറിയത്തില്ല നമുക്ക്, പക്ഷേ ഏത് കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം കിട്ടുന്നിടം വരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. അതായത് ഇപ്പോൾ സിൻടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഫോർ വേരിയബിൾ ഇൻ ഐട്രബിൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, എന്നിട്ട് റെപ്പറ്റേറ്റീവ് ടാസ്ക് ഇവിടെ എന്താണോ ടാസ്ക് ടു റിപ്പീറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഫോർ വേരിയബിൾ ഇൻ ഐട്രബിൾ എന്നിട്ട്, അതായത് ഫോർ വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ പറയാം. അതായത് എനിക്കിപ്പോൾ 1 തൊട്ട് 10 വരെ കൗണ്ട് ചെയ്യണം, അതാണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തെടുക്കും, ഈ വേരിയബിളിൻ്റെ അകത്ത് ഞാനിപ്പോൾ എഴുതുക ഫോർ ഐ. ഇവിടെ ഐ ആണ് എൻ്റെ വേരിയബിൾ ഇൻ ഐട്രബിൾ. ഐട്രബിൾ എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ല, അതായത് ഒരു സീക്വൻസ് ഓഫ്, അതായത് മൾട്ടിപ്പിൾ സാധനത്തിൻ്റെ ഒരു സീക്വൻസ്. അതായത് ഞാനിപ്പോൾ ഒരു സാധനം ഇടാം 10 20 30 40 50 എന്നിട്ട് ഇത് ഞാൻ h = എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഐട്രബിളാണ്. ഇതൊരു ഐട്രബിൾ ഓഫ് ഇൻറ്റീജർ, അല്ലെങ്കിൽ ഇത് ഡാറ്റ ടൈപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടപ്പിൾ എന്ന് പറഞ്ഞു വരും. ടപ്പിൾ നമ്മുടെ പൈത്തണിലുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ടപ്പിളിൻ്റെ ആക്ച്വൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതായത് ബ്രാക്കറ്റിനകത്താണ് വരുന്നത്. നിങ്ങൾ പൈത്തണിൽ ബ്രാക്കറ്റ് ഇല്ലാതെ വെറുതെ കോമ സെപ്പറേറ്റ് ഇട്ട് കൊടുത്താൽ അത് ടപ്പിളായിട്ടായിരിക്കും വാല്യൂറ്റ് ചെയ്യുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറൊരു ഐട്രബിൾ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഐട്രബിൾ ഉണ്ട്. ഏതെന്ന് പറയാം, ABCDEFGHI. സ്ട്രിങ് ഐട്രബിളാണ്. അതായത് ഞാനിപ്പോൾ ഇതിനെ ഐട്രേറ്റ് ചെയ്തെടുത്താൽ ഇതിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇൻഡെക്സ് ചെയ്യാം. അതായത് ABCDEFGHI എന്ന് പറഞ്ഞ് ഓരോന്നും ഓരോരോ ക്യാരക്ടേഴ്സാണ്. അതായത് ഓരോ ക്യാരക്ടറും ഓരോ
സംഭവം. അതായത് ഞാനിപ്പോൾ ഫോർ ഐ ഇൻ ഇവിടെ എന്താ ABCDEFG ലൈക്ക് അത് നിങ്ങൾക്ക് വേരിയബിൾ അസൈൻ ചെയ്ത് നിങ്ങൾക്ക് IEEE എങ്ങനെ വേണേൽ കൊടുക്കാം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാം. ABCDEFGHIJKLMNOPQRSTUVWXYZ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്താ കോളൻ ഇട്ടു. എന്നിട്ട് ഞാനിവിടെ ഒരു സംഭവം പറയാം. അതായത് എനിക്ക് ഇനി ഈ ABCD വെച്ച് എന്ത് ചെയ്യണം? ABCD വെച്ചിട്ട് എനിക്ക് എന്താ ഞാനിപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് താഴോട്ട് പ്രിൻറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ജസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഞാനിവിടെ എന്താ ജസ്റ്റ് പ്രിൻ്റ് ആയി കൊടുത്തു. അതായത് നമുക്ക് എന്താ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്ത അത്രയും സാധനം ഇങ്ങനെ വരും. അതാണ് ലൈക്ക് ഇതിൻ്റെ അകത്തുള്ള ഇതിനെ മുറിച്ചിട്ട് ഇതിനെ ഓരോ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സാധനം എടുത്തിട്ട് ഓരോ പ്രാവശ്യവും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ എന്താ പറയുക, ഓക്കെ, ഞാനിപ്പോൾ ആ കോഡ് എടുത്ത് ഇവിടെ ഇടുക. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കോളാം. ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ, അതായത് ഈ ലൂപ്പ് ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് ടൈം ഈ ലൂപ്പിനകത്തുള്ള സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതായത് ഈ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫോർ ഐ ഇൻ ABCDEFG എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐയുടെ വാല്യൂ എയിലോട്ട് അസൈൻ ആവും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ, ഐക്കകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തത്. ഐ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ടാസ്ക് എന്താ, പിന്നെ പോയി അതായത് ഇവിടെ ഐ പ്രിൻറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക. അതായത് നേരത്തെ ഐയുടെ വാല്യൂ A ആയിരുന്നു, അടുത്ത സ്റ്റെപ്പിലോട്ട് പോയപ്പോൾ ഐയുടെ വാല്യൂ BI. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ABCDEFG എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി അസൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കാണിച്ചു തരാം. അതായത് ഇവിടെ ഞാൻ സ്ട്രിങ് മാറ്റുക 10, 20, 30, 40, 50. ഓക്കെ, ഇനി ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, ഇത് ജസ്റ്റ് ഒന്ന് ടപ്പിളാക്കാം. ഇത് ബ്രാക്കറ്റ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി. ജസ്റ്റ് ബ്രാക്കറ്റിനകത്ത് കുറേ വാല്യൂസ് കോമായിട്ട് കൊടുക്കണം. അതിനെ IEEE എന്ന് വിളിക്കാം. അതായത് ഒരു കളക്ഷൻ ഓഫ് കുറേ സാധനം, അല്ലെങ്കിൽ അറ്റോമിക് ആയിട്ടുള്ള കുറേ സാധനത്തിൻ്റെ ഒരു കളക്ഷനെയാണ്, അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ അല്ലാത്ത കുറേ സാധനത്തിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ IEEE എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൽ ഞാൻ കൊടുത്തേക്കുന്ന വാല്യൂ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് ഈ 5 വാല്യൂ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം ഈ 4i in 10, 20, 30, 40, 50 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഐയുടെ വാല്യൂ ഇവിടെ 10 ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഐ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അന്നേരം ഐയുടെ വാല്യൂ 10 മാറി 20 ആയി. ഇതെവിടെ നോക്കിക്കോളാം, ഐയുടെ വാല്യൂ 10 മാറി 20 ആയി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് പോവാം. പ്രിൻ്റ് ഐ കൊടുത്തു, ഐ പ്രിൻറ്റ് ചെയ്തു, ഇവിടെ 20 പ്രിൻറ്റ് ചെയ്തു. അതേപോലെ പിന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ, അതായത് ഓരോ പ്രാവശ്യം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇതിൻ്റെ അകത്തുള്ള അടുത്തടുത്ത വാല്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന IEEEസിനെ അത് റൊട്ടേറ്റ് ചെയ്ത് വാല്യൂ അസൈൻ ചെയ്തുകൊണ്ടിരിക്കും എവിടെ നമ്മൾ കൊടുക്കുന്ന ഈ വേരിയബിളിൽ. ഓക്കെ, ഫൈൻ. ഇപ്പോൾ എനിക്ക് ഒരു 10 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ കൊടുക്കണ്ടേ? അതായത് എനിക്ക് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്താലല്ലേ ഈ സാധനം 10 പ്രാവശ്യം എനിക്ക് ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് ഐക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അതായത് ഇപ്പോൾ 10 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ എഴുതി കൊടുക്കാം. ഒരു 100 എണ്ണം അല്ലെങ്കിൽ 1000 എണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1000 എണ്ണം കുത്തി ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് എന്താ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓക്കെ, റേഞ്ച് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റേഞ്ച് ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. അതായത് സ്റ്റാർട്ട്, എൻഡ്, സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് റേഞ്ച് ഫംഗ്ഷൻ്റെ 3 പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇതിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എൻഡ് എന്ന് പറഞ്ഞാൽ എവിടം വരെ പോകണം. അതിനൊരു ക്യാച്ച് ഉണ്ട്, ഞാൻ പറയാം.
സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ നമ്മൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ള സംഭവം. ഓക്കെ, അതായത് എന്താ ഇവിടെ നോക്കുക, എനിക്കിപ്പോൾ ഒരു 10ൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പോട്ടെ ഈ കേസിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് എവിടെ വരെ പോകണം? 10 വരെ പോകണം. ഓക്കെ, ഇതിൽ റേഞ്ചിൽ ബൈ ഡിഫോൾട്ട് 2 വാല്യൂസ് ഉണ്ട്. അതായത് സ്റ്റാർട്ടും സ്റ്റെപ്പിനും ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ട്. സ്റ്റാർട്ട് സ്റ്റെപ്പ് മാൻഡേറ്ററി അല്ല, അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും സാധനം വർക്ക് ചെയ്യും. എൻഡ് കൊടുത്തില്ലെങ്കിൽ പക്ഷേ വർക്ക് ചെയ്യില്ല. എൻഡ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തേ പറ്റൂ. ഇവിടെ എനിക്ക് 1 തൊട്ട് 10 വരെ പോകണം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് ഫുൾ വാല്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റേഞ്ചിൻ്റെ പാരാമീറ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ 1,11,1 എന്നായിരിക്കും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ പറയാം 1ൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് എവിടെ വരെ പോകണം? 11 വരെ. 11 വരെ പോകണമെന്ന് പറഞ്ഞാൽ അത് 11 വരെ പോകത്തില്ല, 11ന് തൊട്ട് മുന്നേ വരെ പോവുള്ളൂ. ഓക്കെ, ഫൈൻ, മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ എൻഡ് വാല്യൂ 11 കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10 ഇത്രേ പോവുള്ളൂ. ഞാൻ എൻഡ് വാല്യൂ 11 കൊടുത്താൽ 10 വരെ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ടെക്നിക്കലി ഒരു റീസൺ ഉണ്ട്, അത് പറയാം. ഓക്കെ, ഫൈൻ. അതിന് മുന്നേ ഇവിടെ വേറൊരു സാധനം ഇട്ടേക്കും. ഞാൻ ഇവിടെ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു 1 ഇട്ടില്ലേ, അതെന്താ സിഗ്നിഫൈ ചെയ്യണേ? എത്ര വാല്യൂസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്കിപ്പ് ചെയ്യണം. അതായത് എനിക്ക് അല്ലെങ്കിൽ എത്ര വാല്യൂസ് സ്കിപ്പ് ചെയ്യണമെന്നുള്ളതിന് പകരം നിങ്ങൾക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഐയുടെ വാല്യൂ, ഇപ്പോൾ ലൂപ്പിൻ്റെ കേസ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അന്നേരം ഇതിൻ്റെ അകത്ത് ഈ ഐക്ക് എത്ര വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൂട്ടണം, അല്ലെങ്കിൽ ഓരോ ഐട്രേഷൻ എന്ന് പറയും. അതായത് ഒരു പ്രാവശ്യം ഈ ലൂപ്പിനകത്തുള്ള സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു ഐട്രേഷൻ എന്ന് പറയും. ഇത് ഇതേപോലെ എത്ര പ്രാവശ്യം റൺ ചെയ്യണം എന്നുള്ളത്, എത്ര ഐട്രേഷൻ ഉണ്ടെന്നാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ ഓരോ ഐട്രേഷനും കഴിയുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ എത്ര വെച്ച് കൂട്ടണം, അല്ലെങ്കിൽ അതായത് എനിക്കിപ്പോൾ 1 കഴിഞ്ഞിട്ട് 3 5 7 9 അതായത് ഓഡ് നമ്പേഴ്സ് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 1 11 2 ഇടണം. അന്നേരം എനിക്ക് കിട്ടുന്ന ഔട്ട് എന്താ? 1 3 5 7 9 ഇത്രയാണ്. 11 എടുക്കില്ല, കാരണം എക്സ്ക്ലൂഡിങ് എൻഡാണ് എടുക്കുന്നത്, ഇൻക്ലൂഡിങ് എൻഡ് അല്ല. ഓക്കെ, അപ്പോൾ 1 3 5 7 9 അതായത് എനിക്ക് 2 വെച്ചിട്ട് ഐക്ക് ആഡ് ചെയ്യണം. അതായത് ഐയുടെ സ്റ്റാർട്ട് വാല്യൂ എത്രയാണ്? 1 കഴിഞ്ഞിട്ട് +2 is 3 +2 is 5 +2 is 7 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ഇവിടെ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഒരു സംഭവമുണ്ട്, അതായത് ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ടിൻ്റെ വാല്യൂ 0 ഓക്കെ, സ്റ്റെപ്പിൻ്റെ വാല്യൂ ഇസ് 1. ഓക്കെ, അത് ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഈ സ്റ്റാർട്ടും സ്റ്റെപ്പും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ട് 0 സ്റ്റെപ്പ് 1 ആയിട്ട് എടുക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ കൊടുക്കുക, അതായത് ഞാനിപ്പോൾ റേഞ്ച് ഓഫ് 10 എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ ഇത് എഴുതി പോകും? പറയാമോ? പറഞ്ഞുതരാം. അതായത് 0 1 2 3 4 5 6 7 8 9 ഇത്രയും എഴുതി പോകും. അതായത് 10 എണ്ണം. ഓക്കെ, അതായത് 0 1 2 3 4 5 6 7 8 9 ആയപ്പോൾ അവിടെ 10 പ്രാവശ്യം നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് 10 പ്രാവശ്യം ഒരു ലൂപ്പിനകത്ത് സാധനം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജസ്റ്റ് വെറുതെ 10 കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ എൻഡ് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 10 കൊടുത്താൽ 11 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. മേ ബി അതുകൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുകൊണ്ടായിരിക്കാം ലൈക്ക് ഇങ്ങനെ എക്സ്ക്ലൂഡിങ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് ഫംഗ്ഷനെ ഡിസൈൻ ചെയ്തത്. മേ ബി. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ കുറച്ച് സംഭവങ്ങൾ വരാം. അതായത് എനിക്ക് 10ൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് 60 വരെ പോകണം. ഓക്കെ, 60 വരെ പോകണം, 5ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം. അന്നേരം ഞാൻ റേഞ്ച് എങ്ങനെ എഴുതും? വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എഴുതിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, സോ പോസ്. ഓക്കെ, സോ ആൻസർ കണ്ടുപിടിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് തുടങ്ങേണ്ട എവിടെയാണ്? 10 അല്ലേ? അപ്പോൾ റേഞ്ച് ഓഫ് 10, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം, കാരണം 0 സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ്റെ എത്രയാണ്? 60 വരെ നമുക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 61. ഓക്കെ, 60 വരെ പോകണമെങ്കിൽ 61 വരെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് 60 എഴുതാൻ പറ്റില്ല. അപ്പോൾ 61
61 അല്ല, ഇപ്പോൾ ടെക്നിക്കലി അല്ലെങ്കിൽ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 65 കൊടുത്താലും ഇറ്റ്സ് വാലിഡ്. 61 തൊട്ട് 65 വരെ ഏത് കൊടുത്താലും ദ ഔട്ട്പുട്ട് വിൽ ബി സെയിം ഹിയർ. ഓക്കെ, ഇവിടെ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ട എത്രയാണ്? 5ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ എനിക്ക് 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് 15. അപ്പോൾ അതായത് 5 ആഡ് ചെയ്ത് 5 ആഡ് ചെയ്ത് പോകണം. അപ്പോൾ സ്റ്റെപ്പ് വാല്യൂ 5 ഇങ്ങനെ കൊടുത്താൽ എനിക്ക് അത് എന്താ അത്രയും പ്രിൻറ്റ് ചെയ്ത് തരും. വിശ്വാസം വരുന്നില്ലേ? കാണിച്ചു തരാം. ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിൻറ്റ് നമുക്ക് ടപ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്നത് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും, റേഞ്ച് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സീക്വൻഷ്യലായിട്ട് എടുത്ത് തരും. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ സാധനം നമ്മൾ എടുത്ത് പറഞ്ഞില്ലേ? ഓക്കെ, ഇവിടെ നോക്കാം. 10, 15, 20, 25, 30, 35, 40, 45 ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് അപ് ടു 60 എനിക്ക് വന്നു. ഇതാണ് സംഭവം. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ ഇവിടെ ടപ്പിൾ കൊടുത്തിട്ടുണ്ട്. ടപ്പിൾ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ടപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് പതുക്കെ പഠിക്കാം. ഇവിടെ ജസ്റ്റ് ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ആ ടപ്പിൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരുന്ന സെഷൻസ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നത് എന്താ? നമ്മൾ എഴുതിയ അതേ സാധനം, റേഞ്ച് 10,61,5. അതായത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു യൂസ് വരുമ്പോഴാണ്. അതാണ് ആക്ച്വലി എന്താ പൈത്തണിൻ്റെ കുറച്ച് സംഭവങ്ങളിൽ അങ്ങനെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ, അതായത് എന്തൊക്കെ സാധനങ്ങളുണ്ട് ബേസിക്കായിട്ട് എന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിൽ എന്ത് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം എന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം? അതായത് എനിക്ക് 1 തൊട്ട് 100 വരെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യും? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവം പറയാം. അതായത് യൂസർ പറയുന്ന അത്രയും സാധനം എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് എത്ര വരെ വേണമെന്ന് ചോദിക്കും. അന്നേരം n== input enter number of numbers you want to print. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? for I in range എനിക്ക് എത്ര നമ്പർ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട 1 എന്നാണെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഡയറക്റ്റ് n എന്ന് കൊടുത്താൽ n-1 വരെ പോകും. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ n+1 എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് 1,n+1 എന്ന് പറഞ്ഞിട്ടിട്ട് എന്താ ഇവിടെ n+1 അല്ല i+1 ആണ് മറ്റേടത്ത് കൊടുക്കേണ്ടത്. ഇവിടെ കേസ് വരുമ്പോൾ i കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുക. എനിക്ക് 100 വരെ പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ. ഇവിടെ എനിക്ക് ഇവിടെ എനിക്ക് നോക്ക് 1 to 100 പ്രിൻറ്റ് ചെയ്ത് വന്നു. കണ്ട, ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫോർ ലൂപ്പ് മാത്രമല്ല വൈൽ ലൂപ്പും ഉണ്ട്. ഓക്കെ, അതായത് എനിക്ക് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഒന്നുമില്ല, നമ്മൾ ഇഫ് അടിച്ചില്ലേ, ഇഫിൻ്റെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഫ് അടിച്ചപ്പോൾ എന്താ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റെപ്സ് എക്സിക്യൂട്ട് പോകണം. വൈലിൽ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന സംഭവം എത്ര നാൾ ശരിയാണോ അത്രയും നാൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് എപ്പോൾ തെറ്റുന്നോ അപ്പോൾ മാത്രമേ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഫൈൻ. നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് വൈലിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ ഇഫിൻ്റെ സെയിം സിൻടാക്സ്, വൈൽ കണ്ടീഷൻ കോളൻ സെയിം അല്ലേ. ആ ഇഫ് വന്നിടത്ത് വൈലായി, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൽ യൂസ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ നോക്കാം. അതായത് സെയിം എക്സാമ്പിൾ നോക്കാം. എനിക്ക് 1 to n കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ 1 to n പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? i = 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഐയുടെ സ്റ്റാർട്ടിങ് വാല്യൂ 1. ഫൈൻ. ഇനി ഞാൻ വൈൽ ലൂപ്പ് കൊടുക്കുക. വൈൽ i < n. എനിക്ക് n വരെ പോകണം, അതുകൊണ്ടാണ് i < n എന്ന് കൊടുത്തത്. ഓക്കെ, അത് ഇല്ലയെന്നുണ്ടെങ്കിൽ i < n കൊടുത്താൽ എനിക്ക് n വരെ പോകത്തില്ല. n-ലോട്ട് വരുമ്പോൾ, അതായത് ഐയുടെ വാല്യൂ n-ആയിട്ട് ഈക്വൽ ആകുമ്പോൾ ഈ കണ്ടീഷൻ എന്താവും? അതായത് i < n എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. പക്ഷേ ഈ കേസിൽ i < n n ആകുമ്പോൾ ഐയുടെ വാല്യൂ n ആകുമ്പോഴും വാലിഡ് ആണ്. അപ്പോൾ 1 to n കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് n-1 വരെ കൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഫൈൻ. ഇനി ഞാൻ കൊടുക്കുക പ്രിൻറ്റ് i. ഇപ്പം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും നിൽക്കില്ല. ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എത്ര നാളെടുത്താലും നിൽക്കില്ല. അങ്ങനെയല്ല, എൻ്റെ ഇതിൻ്റെ റാം കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിൽക്കും. ബട്ട് സ്റ്റിൽ ഹൈപ്പോത്തറ്റിക്കലി
കൺസിഡർ അൺലിമിറ്റഡ് റാം ഒരു കാലത്ത് നിൽക്കില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് നിൽക്കാൻ എന്ത് വേണം, അതായത് എനിക്ക് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഐയുടെ വാല്യൂ കൂട്ടണം. ഇപ്പോൾ ഫോർ ലൂപ്പ് ആണെങ്കിൽ തന്നെ ചെയ്തോളൂ, അത് ഓരോ പ്രാവശ്യം ഇത്ര സമയം കഴിയുമ്പോഴും ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ എനിക്ക് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടെ നിന്ന് മതി. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കോഡ് നമ്മൾ ഇതിനകത്ത് എഴുതണ്ടേ, എന്നാലല്ലേ ഈ കണ്ടീഷൻ മാറുള്ളൂ. അല്ലാതെ വെറുതെ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻ മാറുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ഐ ഈക്വൽ ടു i+1, ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ എന്താ i += 1, ഇതാണ് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ. ഓക്കെ ഫൈൻ. അപ്പോൾ അല്ല ഇത്ര മതി. ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഉറപ്പ് വരും. ഓക്കെ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്രാവശ്യം എന്തായാലും 100 വരെ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് 20 ഇട്ട് നോക്കാം. ഓക്കെ ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 20. ഓക്കെ ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈത്തൺ വിഷ്വലൈസറിലിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ അതായത് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്താൽ മതിയല്ലോ നമുക്ക്. അന്നേരം ജസ്റ്റ് ഒരു 5 കൊടുക്കാം, എന്നിട്ട് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. എന്താ ഓക്കെ. എന്നിട്ട് നമുക്ക് എന്താ ഫസ്റ്റ് നമുക്ക് n = ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് കൊടുത്തു 5. നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തു 5. ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായി, നമ്മൾ കൊടുത്ത 5. അതായത് ഇവിടെ ഓൾറെഡി ഇൻപുട്ട് നമ്മൾ കൊടുത്തത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി കൊടുത്തതും അതുകൊണ്ട്. ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഐയുടെ വാല്യൂ ഇവിടെ നമ്മൾ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഐയുടെ വാല്യൂ 1 ആയി. ഇനി അടുത്ത് ചെക്ക് ചെയ്യുക, അതായത് i <= n ആണോ ചെക്ക് ചെയ്യുക, അതായത് 1 <= 5 ആണോ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 1 അതായത് എന്താ അതായത് 1 <= 5 ട്രൂ അല്ലേ, അതായത് 1 <= 5 ട്രൂ ആണ്. അപ്പോൾ എന്ത് പറ്റും ഇവിടെ ഈ പ്രിൻ്റ് i i++ എന്നുള്ള സാധനം എക്സിക്യൂട്ട് ചെയ്യും. അതായത് അടുത്ത ലൈനിൽ പോയപ്പോൾ പ്രിൻ്റ് i എക്സിക്യൂട്ട് ചെയ്തു, 1 പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ i i+1 വന്നപ്പോഴാണ് എനിക്ക് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയത്. മറ്റേ അടുത്ത് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫോർ ലൂപ്പിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇവിടെ ലൂപ്പ് എഴുതിയെടുത്ത് പോകുമ്പോഴായിരുന്നു അത് അപ്ഡേറ്റ് ആവുന്നത്. വൈലിൽ അത് തന്നെ അപ്ഡേറ്റ് ചെയ്യില്ല, നമ്മൾ കണ്ടീഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ, ഇഫ് പോലെ വർക്ക് ചെയ്യുള്ളൂ, വേറെ പണിയൊന്നും അതിനറിയത്തില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതേപോലെ അവസാനം വരെ പോകുന്നു. ഇതിൽ ഞാനിവിടെ ഐയുടെ വാല്യൂ 4 ആയി, 4 പ്രിൻറ്റ് ചെയ്തു, 4 അപ്ഡേറ്റ് ചെയ്ത് 5 ആയി. 5 കഴിഞ്ഞു. ഞാനിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ കണ്ടീഷൻ ട്രൂ ആണ്, 5 <= 5. എന്നിട്ട് അടുത്തെടുത്തു, അപ്പോൾ പ്രിൻ്റായി, ഐ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ഐയുടെ വാല്യൂ കൂട്ടി 6 ആക്കിയിട്ട് അടുത്തത് ഞാൻ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ അത് ഫോൾസാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓക്കെ ഇനി എക്സിക്യൂട്ട് ചെയ്യണം, എൻ്റെ പണി കഴിഞ്ഞു എന്നതിന് മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞു, സിമ്പിൾ ഫൈൻ. ഓക്കെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കിയ ലൂപ്പിങ്, അതായത് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും മനസ്സിലായെന്ന്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും ഇതിൻ്റെ കുറച്ച് അധികം പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതുപോലെ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കി, അതുപോലെ ക്ലാസ്സസ് എല്ലാം കണ്ട് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുക. എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ, ഞാൻ അത് നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത ആഴ്ച പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പിന്നെ അറിഞ്ഞില്ല എന്ന് എന്നോട് പറയരുത്. ഓക്കെ അപ്പോൾ ശരി.